നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ പങ്ക് വലുതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 13ാമത് കുടുംബശ്രീ ദേശീയ സരസ്മേള ചാലിശ്ശേരിയിലെ മുരയമ്പറമ്പത്ത് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാടിന്റെ ഈ സാഹചര്യം കേരളത്തിലെ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിലും പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ കുടുംബശ്രീ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ യുവതികളെ കൂടി കുടുംബശ്രീയുടെ ഭാഗമാക്കാനും അവരിൽ സാമൂഹ്യ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണ വിഷയങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിൻ്റെ നോഡൽ ഏജൻസികളായി കുടുംബശ്രീ യൂണിറ്റുകളെ കണക്കാക്കുന്നത്. വികസന കാര്യങ്ങളിൽ അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ചിലർ. ഇത് നാടിന് ഗുണകരമല്ല. സംസ്ഥാനത്തെ മതനിരപേക്ഷത തകർക്കാനും ശ്രമം നടക്കുന്നു. മതനിരപേക്ഷത തകർന്നാൽ കേരളം അന്ധകാര യുഗത്തിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം കൈവരിച്ച മതനിരപേക്ഷത നിലനിർത്താൻ കുടുംബശ്രീ നിർണായക പങ്ക് വഹിച്ചതായി അധ്യക്ഷത വഹിച്ച മന്ത്രി MP രാജേഷ് പറഞ്ഞു. കേരളത്തിൽ സ്ത്രീകൾ ശക്തരായി മാറിയതിൽ കുടുംബശ്രീയുടെ പങ്ക് വളരെ വലുതാണെന്ന് വിശിഷ്ടാതിഥിയായി സംസാരിച്ച നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ മുഖ്യമന്ത്രി ആദരിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടി, അബ്ദുസമദ് സമദാനി MP എന്നിവർ മുഖ്യാതിഥികളായി. MLA മാരായ P മമ്മിക്കുട്ടി, PP സുമോദ്, മുഹമ്മദ് മുഹസിൻ, തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV രാമദാസ്, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗങ്ങളായ PK സൈനബ, KK ലതിക, മരുതി മുരുകൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ AH ദിനേശൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മേള 11 വരെ തുടരും. ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ചാലിശ്ശേരിയുടെ പ്രൗഢി വിളിച്ചോതി നടത്തിയ വിളംബര ഘോഷയാത്രയോടെ 13ാമത് ദേശീയ സരസ്മേളയ്ക്ക് തുടക്കമായി. മന്ത്രി MP രാജേഷ് ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. 13ാമത് സരസ്മേളയുടെ പ്രതീകസൂചകമായി 13 പതാകകൾ വഹിച്ചായിരുന്നു ഘോഷയാത്ര. വാദ്യഘോഷ അകമ്പടിയുടെ തെയ്യം, തിറ, കരിങ്കാളി, കഥകളി തുടങ്ങിയ ആവിഷ്കാരങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. മുത്തുകുടകളും കേരളത്തിലെ തനത് കലാരൂപമായ മോഹിനിയാട്ടവും ഒപ്പനയും ശിങ്കാരമേളവും ഘോഷയാത്രയ്ക്ക് ശോഭയേകി. ചാലിശ്ശേരി ഖദീജ മൻസിൽ പെട്രോൾ പമ്പിന് സമീപത്തു നിന്ന് തുടങ്ങി ഉദ്ഘാടനവേദിയായ മുരയമ്പറമ്പ് മൈതാനിയിൽ പ്രവേശിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങി പതിനായിരങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. സരസ്മേളയിലെ കുടുംബശ്രീ മെഗാ ഭക്ഷ്യമേളയിൽ കാടിറങ്ങി വന്ന അട്ടപ്പാടിയിലെ വനസുന്ദരിക്ക് ആവശ്യക്കാർ ഏറെയാണ്. അട്ടപ്പാടി കൂക്കമ്പാളയം ആദിവാസി ഉന്നതിയിലെ രുചി പൂരം കുടുംബശ്രീ അംഗങ്ങളായ അമല, അഭയകുമാർ, സരോജിനി, വിജികി എന്നിവരാണ് ഇത് തയ്യാറാക്കുന്നത്. പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും ചില പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊളിച്ച് ചതച്ചെടുത്താൽ വനസുന്ദരി റെഡി. അട്ടപ്പാടി ഊരുകളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിക്കൂട്ട്. പച്ചനിറത്തിൽ തീന്മേശയിലേക്ക് എത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ്. സരസ്മേള കാണാൻ വന്നതാണ്. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇന്ത്യയിലെ തന്നെ വേറെ വേറെ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഞങ്ങളിപ്പോ പഞ്ചാബ് സ്റ്റാളിൽ നിന്ന് ഒരു പാനിപ്പൂരി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങള് സിക്കിം മോമോസ് ട്രൈ ചെയ്തു, അടിപൊളിയാണ്. ഇനി ഇവിടെ അട്ടപ്പാടി വനസുന്ദരി എന്ന് പറഞ്ഞൊരു സംഭവം അത് കഴിക്കാൻ പോവാം. സൂപ്പറാണ്.
മസാലപ്പൊടികൾ ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ വിഭവം ആരോഗ്യദായകമാണെന്നാണ് പ്രത്യേകത. വനസുന്ദരി ചിക്കനാണ്. വനസുന്ദരി എന്ന് പറയുമ്പോൾ ഇതിൽ നാച്ചുറലായിട്ട് നമ്മുടെ നാടൻ ഡിഷാണ്. നമ്മൾ ഓയിലോ കടയിലത്തെ മസാലക്കൂട്ടോ ഒന്നുമില്ല. തനി നാടൻ പച്ചമുളക്, കാന്താരി, പച്ചക്കുരുമുളക്, കാട്ടുകുരുമുളക്, അട്ടപ്പാടി കിട്ടുന്ന ഒരു കോഴി ജീരകം, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മല്ലി പുതിനൊക്കെ ചപ്പായിട്ടാണ് എടുക്കണേ. ഇതൊക്കെ റെഡിയാക്കി ഇഞ്ചി വെളുത്തുള്ളി, അപ്പൊ നമ്മൾ തക്കാളിക്ക് പകരം നമ്മൾ നാരങ്ങ നീര്. ഒരു പ്ലേറ്റിന് 200 രൂപയാണ് വില. റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത വനസുന്ദരിക്ക് തിരക്കേറുകയാണ്. കുടുംബശ്രീ ചരക്കുമേളയുടെ ഫുഡ് കോർട്ടിലാണുള്ളത്. ഇന്ന് ഇവിടെ നിന്ന് കഴിക്കുന്ന വനസുന്ദരിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. യാതൊരു വില പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇതിനകത്ത് മസാല ഇല്ല, എണ്ണ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ഫുഡാണ്. വളരെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ഫുഡാണ് വനസുന്ദരി. എന്തായാലും കുടുംബശ്രീ ചരക്കുമേളയുടെ ഫുഡ് കോർട്ടിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ചാലിശ്ശേരി കൂറ്റനാട് റോഡിൽ ബുള്ളറ്റും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ ചാലിശ്ശേരി വട്ടത്താണിക്ക് സമീപത്തായിരുന്നു അപകടം. അപകടത്തിൽ തലക്കശ്ശേരി സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ ഞാങ്ങാട്ടിരി സ്വദേശികളായ 2 പേരും ചികിത്സയിലാണ്. സംസ്ഥാന സർക്കാരിന്റെയും കുടുംബശ്രീ കൂട്ടായ്മകളുടെയും സഹായത്തോടെ സംരംഭത്തിൽ തിളങ്ങിയ വിജയത്തിന്റെ കഥയുമായാണ് ട്രാൻസ്ജെൻഡേഴ്സ് കൂട്ടായ്മകളായ ഒരുമ പാലക്കാടും എറണാകുളം ലക്ഷ്യയും ഭക്ഷ്യമേളയിൽ എത്തിയിട്ടുള്ളത്. 2017 മുതൽ സരസ്മേളയിലെ സ്ഥിരം സാന്നിധ്യമാണ് ഒരുമ പാലക്കാട്. വർഷ, നന്ദിനി, വിഷ്ണു, നക്ഷത്ര എന്നിവരുടെ നേതൃത്വത്തിൽ ഹെൽത്തി ABC സ്പെഷ്യൽ നെല്ലിക്ക, പച്ചമാങ്ങ തുടങ്ങിയ ജ്യൂസുകൾ, വിവിധതരം ലൈമുകൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. 2022 സംസ്ഥാന സർക്കാരിന്റെ മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു മികച്ച കർഷക കൂടിയാണ് വർഷ നന്ദിനി. അച്ചാർ സോഡ, മോര് സോഡ തുടങ്ങിയ സോഡാ വിഭവങ്ങളും നന്നാരി കള്ളനുമാണ് എറണാകുളത്ത് ലക്ഷ്യ ജ്യൂസ് സ്റ്റാളിലെ സ്പെഷ്യൽ. അമൃത ജോസഫ് മാത്യു, മിരിയ മാത്യു, മീനാക്ഷി തുടങ്ങിയവരാണ് ലക്ഷ്യയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. ലക്ഷ്യ ജ്യൂസ് സ്റ്റാൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടുള്ള ജ്യൂസ് ഉണ്ട്, ലസ്സി ഉണ്ട്, കുലുക്കി ഉണ്ട്, സോഡ ഐറ്റംസ് ഉണ്ട്, പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്, പിന്നെ മസാല തേച്ച പൈനാപ്പിൾ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇങ്ങനത്തെ പല വെറൈറ്റി ഐറ്റംസ് ആണുള്ളത്. പ്രധാനമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള നന്നാരി കളർ എന്നൊരു ഐറ്റം ഉണ്ട്. പിന്നെ ഉള്ളത് മോര് സോഡ ഉണ്ട്, അച്ചാർ സോഡ ഉണ്ട്. അങ്ങനെ വളരെയധികം വ്യത്യസ്തമായ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. ഔഷധക്കൂട്ടിന്റെ കലവറ തീർത്താണ് അട്ടപ്പാടിയിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകർ ഫുഡ് കോർട്ടിൽ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത്. കഫക്കെട്ട്, ജലദോഷം, തലവേദന എന്നുവേണ്ട രോഗങ്ങൾക്കുള്ള ഒറ്റമൂലിയെന്ന് വിശേഷിപ്പിക്കാം അട്ടപ്പാടി ഊരുകാപ്പിയെ. രഹസ്യക്കൂട്ടുകൾ കൊണ്ടുണ്ടാക്കുന്ന ഈ കാപ്പിക്ക് ആവശ്യക്കാർ ഏറെയാണ്. അട്ടപ്പാടിയിലെ വനസുന്ദരി എല്ലായ്പ്പോഴും എന്ന പോലെ ഇത്തവണയും സരസ്മേളയിലെ താരമാണ്. ഇന്ത്യയുടെ രുചി വൈവിധ്യം കൊണ്ട് നിറഞ്ഞ മെഗാ ഫുഡ് കോർട്ടിൽ രാജസ്ഥാൻ സ്പെഷ്യൽ റംബടി ഗേവർ, പഞ്ചാബ് ദഹി ബല്ല തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ രുചികളുടെ കലവറയാണ് കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ളത്. ഇത് അട്ടപ്പാടി ഊരുകാപ്പിയാണ്. ഊരുകാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ചുക്ക് കാപ്പിയല്ല, ഇത് ഒരു ആയുർവേദ കാപ്പിയാണ്. നമ്മുടെ ജലദോഷമോ പനിയോ തൊണ്ടയിലുള്ള ചളിക്കെട്ടാണെങ്കിലും നമുക്ക് ഈ കാപ്പി കുടിക്കുമ്പോൾ നല്ലൊരു റിപ്പയറിങ് തോന്നും. ആൾക്കാർക്കൊക്കെ ഇന്നലൊക്കെ 3 ട്രിപ്പാണ് കാപ്പി വെച്ചത്, എന്നിട്ടും തികഞ്ഞില്ലായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള കാപ്പിയാണ് ചുക്കാപ്പി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ ചുക്കാപ്പിയേക്കാളൊക്കെ അതിനൊക്കെ ഇരട്ടി പവറുള്ള വളരെ ഇതായിട്ടുള്ള ഈ വട്ടപ്പാടി എന്നുള്ള നമ്മുടെ തനതായിട്ടുള്ള പാലക്കാട് ജില്ലയുടെ വനമേഖലയായിട്ടുള്ള അട്ടപ്പാടിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഊരുകാപ്പി എന്ന് പറയുന്നത് വളരെ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി നഗരസഭയിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരസഭ കൗൺസിലർമാർക്ക് സ്വീകരണം നൽകിയത്. സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, മരണനിരക്കിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇതിലെല്ലാം കേരളം വേറിട്ട് നിൽക്കാനുള്ള ഒരു കാരണം ഈ സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ നാളിതുവരെ ഈ സംസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. അത് സംസ്ഥാനത്തായാലും ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാറി മാറി വരുന്ന സർക്കാരുകൾ കൈക്കൊണ്ട ജനക്ഷേമകരമായ തീരുമാനങ്ങൾ വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ
കേരളത്തിലെ മണ്ണ് പാകമായതുകൊണ്ടാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ നേട്ടം കരസ്ഥമാക്കിയത് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. ഈ നാടിന്റെ വികസനവും വളർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെല്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ഈ നാടിന്റെ സമഗ്രമായ വികസനം. ആ വികസനത്തിൽ കേരളം സംസ്ഥാനം നേടിയിട്ടുള്ള ആ മികച്ച വികസനത്തിന്റെ നേട്ടത്തിന് കാരണക്കാരായിരുന്നു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്ന ബോധ്യവും. അതുകൊണ്ട് ഈ പട്ടാമ്പിയുടെ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്നത്, അതിൽ നേതൃത്വം കൊടുക്കുന്നത് അത് പട്ടാമ്പി നഗരസഭയിലെ ജനങ്ങളുടെ നേതൃത്വ ഓരോ ജനപ്രതിനിധിയും, ആ 23 ജനപ്രതിനിധിയും പട്ടാമ്പി നഗരസഭ ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി, വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, നഗരസഭാ കൗൺസിലർമാരായ പി. വിജയകുമാർ, പി. ഗിരിജ, ടി.പി. ഉസ്മാൻ, സംഗീത പ്രമോദ്, C.S. സുരേഷ്, ജിതേഷ് മൊഴിക്കുന്നം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഏകോപന സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി. മൊയ്തു ഹാജി, മണ്ഡലം ജനറൽ സെക്രട്ടറി എം. സിദ്ദീഖ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ടി.പി. അബ്ദുൽ ജബ്ബാർ, കെ. അബുലൈസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സാരഥിയുടെ സാന്നിധ്യത്തിലായിരുന്നു താലൂക്ക് വികസന സമിതി യോഗം പട്ടാമ്പി നടന്നത്. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ പഞ്ചായത്ത് ഭരണസാരഥികളുമായാണ് പട്ടാമ്പി താലൂക്ക് വികസനസമിതി യോഗം ചേർന്നത്. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. താലൂക്കിലെ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കുടിവെള്ളം തന്നെയായിരുന്നു പ്രധാന വിഷയം. വേനൽ അടുത്തുവരുന്ന സാഹചര്യത്തിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. പങ്കെടുത്ത മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരിലും ഇതേ അഭിപ്രായം തന്നെയാണ് ഉയർന്നത്. വളരെ അടിയന്തരമായിട്ട് നാട്യമംഗലം കുണ്ടമ്പറ്റ ജില്ലയിൽ അതുപോലെ തന്നെ പള്ളിയപ്പുഴയും അപ്പാട്ടുകാർ പ്രദേശങ്ങളിൽ നിന്നും 10-20 ദിവസമായിട്ട് വെള്ളം കിട്ടും. പിന്നെ ഈ കുടിവെള്ള ക്ഷാമം കുറിച്ചാൻ പോകുക ആ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം തെരഞ്ഞെടുപ്പിലും ചൂണ്ടിക്കാൻ പറ്റും. 2 പഞ്ചായത്തുകളിലെയും ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഏറ്റവും പ്രധാന സ്രോതസ്. പക്ഷെ അതിലിപ്പോൾ ഈ വേനൽക്കാലം രൂക്ഷമായി വരും. അപ്പോൾ കുടിവെള്ള പമ്പ് ഹൗസിനോട് അനുബന്ധിച്ച് മോട്ടോർ പൈപ്പ് വർക്ക് ചെയ്യുമ്പോൾ വെള്ളം കുറഞ്ഞ് കുറവ് വരുന്ന സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം ചുഴി രൂപപ്പെടാനാണ് തുടങ്ങി. ഇനി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഈ സമയത്ത് മോട്ടറിൽ വെള്ളം കയറില്ല, അത് മണ്ണ് കുടുങ്ങി, അങ്ങനെ ഓരോ നിരവധി കാര്യങ്ങളുണ്ട്. പിന്നെ മോട്ടോർ മതിയായ രീതിയിൽ വെള്ളം ലഭിക്കുന്നില്ല ഒരു പരാതികളുണ്ട്. അപ്പം അതിന് ഇപ്പോൾ തന്നെ താൽക്കാലികമായിട്ടെങ്കിലും തടയണം നിർമ്മിക്കാനുള്ള നടപടി വളരെ അടിയന്തര ചെയ്യണം. അല്ലെങ്കിൽ ഇത്തരം വിഷമതകൾ വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓടിച്ചെന്നിട്ട് കാര്യമില്ല. ആളുകൾ ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പലരും യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ സാമ്പത്തിക പ്രശ്നമുണ്ടെന്നും കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായി നൽകാനുണ്ടെന്നും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥരും യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. വേനൽ അടുത്തു വരുന്ന സാഹചര്യത്തിൽ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാകണമെന്ന് മുഹമ്മദ് മോഹസിൻ MLA യോഗത്തിൽ അറിയിച്ചു. ഈ ജലജീവൻ പദ്ധതികൾ അതോടൊപ്പം തന്നെ പുലിക്കല്ലൂർ പദ്ധതി ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങളോടെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എപ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റും? ഈ വേനലിൽ ഈ പദ്ധതികൾ ഉണ്ടായിട്ടൊക്കെ കാര്യം ആളുകൾക്ക് വെള്ളം കിട്ടണ്ടേ? അപ്പോൾ അതിനുള്ള നടപടി എന്താ സ്വീകരിക്കുന്നത് അത് വളരെ അടിയന്തരമായിട്ട് പറയാം. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കേസ് റോഡ് നവീകരണത്തെ ബാധിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നിലവിലുള്ള വീതിയിൽ റോഡ് നവീകരണം നടത്തുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. ആ ഭാഗത്ത് വീതി കൂട്ടുന്നതിനുള്ള പ്രശ്നമല്ലേ ഈ പറഞ്ഞ കമാനം കഴിഞ്ഞാൽ നിലവിലുള്ള വീതിയിലൊക്കെ പോയ ഒരു പ്രശ്നമല്ല. അത് റോഡ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കേണ്ട കേസ് പറഞ്ഞിട്ടില്ല. കേസ് ഫെബ്രുവരി എത്രാം തീയതി? ഫെബ്രുവരി 12-ാം തീയതി വരെ കേസിന്റെ കാര്യം പറഞ്ഞ് നീട്ടാൻ പറ്റില്ല. എന്തായാലും റോഡ് കുറച്ച് പതുക്കെയാണ്. ജനങ്ങൾക്കേറെ പ്രശ്നം ഉണ്ടാക്കുന്നത്. വളരെ അടിയന്തരമായിട്ട് ഇങ്ങനെ പറ്റുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് തീർക്കണം. എനിക്ക് തോന്നുന്നത് ഈ റോഡിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിയമസഭ കഴിയട്ടെ എന്നത് പൂർത്തീകരിക്കാന്നുള്ള ഒരു ചിന്ത ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വഴി പറ്റില്ല, അടിയന്തരമായിട്ട് അത് തീർക്കണം.
തിരുവികപ്പുറ പാലവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിലും യോഗം ആശങ്ക രേഖപ്പെടുത്തി. നിലവിലെ യാത്രാ ദുരിതം പരിഹരിക്കുവാൻ ബദൽ സംവിധാനങ്ങൾ വേണമെന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവേഗപ്പുറ പാലം റിപ്പയർ എന്ന് പറഞ്ഞിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇതേപോലെ തന്നെ ഇനി അത് കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ കേടുകൾ എന്താണ് എന്നുള്ളത് പരിശോധിച്ച് പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും അടച്ചിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇടപെട്ടിട്ട് പുതിയൊരു പാലം അവിടെ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ മുന്നേ എടുക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ.പി. രാമദാസ്, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. വത്സല, വിളിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ, നാഗൽശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ, ഉൾക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എം. മുഹമ്മദ് അലി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല, വെല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ്, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.പി. വിജയൻ, മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. മണി, തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല, തഹസിൽദാർ ടി.പി. കിഷോർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. സരസ് നഗരിയിലെ മഞ്ഞണിഞ്ഞ രാത്രിയെ സംഗീത ലഹരിയിലാഴ്ത്തി ത്രയ മ്യൂസിക്കൽ ഫ്യൂഷൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശരത്ത്, പ്രമുഖ കീബോർഡ് പ്ലെയർ പ്രകാശ് ഉള്ളേരി എന്നിവർ ചേർന്ന് നടത്തിയ സംഗീത വിരുന്നാണ് കാണികളെ ത്രസിപ്പിച്ചത്. മേളയുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് പ്രമുഖ കലാകാരന്മാർ അണിനിരുന്ന ത്രയ മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറിയത്. ചെണ്ടയുടെയും ആധുനിക സംഗീത ഉപകരണങ്ങളുടെയും മനോഹരമായ സമന്വയമാണ് ത്രയയിലൂടെ ആസ്വാദകർക്ക് മുന്നിലെത്തിയത്. സോപ്പിട്ട് തേനും പാലും ഒഴുക്കാൻ ഇനി പ്രയാസപ്പെടേണ്ട. ചാലിശ്ശേരി മുലയംപറമ്പിൽ നടക്കുന്ന ദേശീയ സരസ്മേളയിലുണ്ട് ആട്ടിൻപാൽ കൊണ്ട് തയ്യാറാക്കിയ നല്ല ഒന്നാന്തരം സോപ്പ്. പത്തനംതിട്ട ജില്ലയിലെ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ആനിക്കാട് CDSലെ നവചൈതന്യ അയൽക്കൂട്ടത്തിന്റെ 64-ാം നമ്പർ സ്റ്റോളിലെത്തിയാൽ പാലും തേനും ചേർത്ത വിവിധതരം സോപ്പുകൾ വാങ്ങാം. തേൻ, ശംഖുപുഷ്പം, രക്തചന്ദനം, വേപ്പ് തുടങ്ങി സോപ്പുകളും ഇവിടെ നിന്ന് വാങ്ങാം. അലർജിക്കും ശരീര സൗന്ദര്യത്തിനും ഉപകാരപ്രദമായ ഈ സോപ്പുകൾക്ക് ആവശ്യക്കാരേറെയാണ് എന്നാണ് ആനിക്കാട് CDS അംഗമായ ഹലീല അബ്ദുൽ ഖാദറിന്റെ അഭിപ്രായം. നമ്മൾ ഗോഡ് മിൽക്കിന്റെ ബേസ് വാങ്ങിക്കും. ബേസ് വാങ്ങിച്ചിട്ട് ഹണി, വെളിച്ചെണ്ണ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നത്. ഇത് ഗോഡ് മിൽക്കിന്റെ സോപ്പാണ്. ഇതിനകത്ത് നമ്മൾ ബേസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഗോഡ് മിൽക്കിന്റെ ബേസ് തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിനകത്ത് നമ്മൾ ഹണി ആഡ് ചെയ്യും, പിന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്യും, സ്മെല്ല് ആഡ് ചെയ്യും. ആട്ടുംപാൽ സോപ്പ്, കരിസോപ്പ് കുട്ടികൾക്കും പ്രയോജനപ്രദമാണ്. വ്യവസായ വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും സഹായത്തോടെ ആരംഭിച്ച സംരംഭം വൻ വിജയമാണെന്ന സന്തോഷവും ഹലീല പങ്കുവച്ചു. കുടുംബശ്രീയുടെ ഒട്ടുമിക്ക പരിപാടികളിലും തേൻ സോപ്പ് ഹീറോയാണ്. കഴിഞ്ഞ വർഷം മുതൽ സരസ്മേളയിലും ഹലീലയുടെ സോപ്പ് സജീവമാണ്. സോപ്പ് കൂടാതെ തേൻ നെല്ലിക്ക, അത്തിപ്പഴം, കിവി, വെളുത്തുള്ളി എന്നിവയും സ്റ്റോളിലുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള സോപ്പാന്ന് കണ്ടപ്പോഴാണ് ഈ സെക്ഷനിലേക്ക് വന്നത്. പിന്നെ ഇത് നന്നായിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. കാരണം ഇതിന്റെ റെഡ് സാൻഡിലിന്റെ ഒക്കെ സ്മെല്ലൊക്കെ അതേ സെയിം സ്മെൽ തന്നെ തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കളറൊന്നും ആർട്ടിഫിഷ്യൽ അല്ല തന്നെയാണ് തോന്നുന്നത്. ജിഞ്ചർ ഹണി എന്ന് പറയും. നമ്മൾ ചുമക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇഞ്ചിയുടെ വെള്ളം പറ്റിച്ചിട്ടാണ് നമ്മൾ തേനിലിടുന്നത്. അതെല്ലേ, ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഇത് എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തൊക്കെ കിട്ടും, രോഗപ്രതിരോധ ശേഷി. NSS ക്യാമ്പിനോടനുബന്ധിച്ച് ചാലിശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ NSS ക്യാമ്പിന് വേദിയായ പെരുമണ്ണൂർ GLP സ്കൂളിൽ തേൻകനി പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷത്തോട്ടം നിർമ്മിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂറിന്റെ ആശയത്തിലാണ് ഫലവൃക്ഷത്തൈ നട്ടത്. ശാസ്ത്രീയമായി കുഴിയെടുത്ത് വളപ്രയോഗം നടത്തിയാണ് തൈകൾ നട്ടത്. കേവലം 2 വർഷങ്ങൾ കൊണ്ട് കായ്ക്കുന്ന മരം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകണമെന്ന ആശയത്തിലാണ് തേൻകനി പദ്ധതി നടപ്പാക്കിയത്. പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂറിന്റെയും അധ്യാപകരായ മുകേഷ് VK, അബ്ദുൽ ലത്തീഫ് PV, ഹംസ CN, NSS പ്രോഗ്രാം ഓഫീസർ K തസ്നി, ലീഡർമാരായ ആര്യനന്ദ്, ശ്രേയ കൃഷ്ണ എന്നിവരുടെ പിന്തുണയും മേൽനോട്ടവുമുണ്ട്. പട്ടാമ്പി വല്ലപ്പുഴ പഞ്ചായത്തിൽ അയൽക്കൂട്ടം അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ബിന്ദു സന്തോഷ് നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ CDS മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്കുള്ള പഞ്ചായത്ത് തല വായ്പാ വിതരണമാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത്. പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ 9 കുടുംബശ്രീക്കാർക്കാണ് കൊടുക്കുന്നത്. 9 കുടുംബശ്രീക്കാർക്ക് 78 ലക്ഷം രൂപ CDSന്റെ അക്കൗണ്ടിലേക്ക് വരും. അത് CDSന്റെ അക്കൗണ്ടിൽ നിന്ന് അതായത് കുടുംബശ്രീ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ്. നമുക്കറിയാം, ഒരു ലോൺ എടുക്കുന്നത്
ലോൺ എടുക്കുമ്പോൾ നമ്മുടെ ഭൂമി അതുപോലെ ഓരോ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ലോൺ എടുക്കുക. ഇത് നമ്മുടെ ജില്ലാ കോർപ്പറേഷൻ SC പട്ടികജാതി ജില്ലാ കോർപ്പറേഷൻ വഴി വെറും CDSും കോർപ്പറേഷനും തമ്മിലുള്ള എഗ്രിമെൻറ്റും അതുപോലെ കുടുംബശ്രീയും CDSും തമ്മിലുള്ള എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് വായ്പ ലഭിക്കുന്നത്. അപ്പോൾ അത് വളരെ ഉത്തരവാദിത്തമുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾ നമുക്ക് ഇത്ര 6% പലിശ നിരക്കിലാണ് നമുക്ക് ഈ വായ്പ കിട്ടുന്നത്. അത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി വീഴ്ച വരുത്താതെ നിങ്ങളത് അടയ്ക്കാൻ തയ്യാറാവണം. കാരണം കൂടുതൽ ആളുകൾക്ക്, കൂടുതൽ SC കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ SC കുടുംബശ്രീക്കാർക്ക് ഈ ഒരു വായ്പാ പദ്ധതി ഇനിയും എത്തിക്കാനുണ്ട്. അപ്പം നമ്മളൊരു വീഴ്ച വരുത്തിയാൽ, നമ്മളോടുള്ള ഒരു ഉത്തരവാദിത്വം അത് കുറഞ്ഞാൽ, അത് ഇവർ കണ്ടെത്തിയാൽ പിന്നെ നമുക്കത് ലോണ് തരില്ല. നമുക്ക് ലോണ് തരുന്നതിനായിട്ട് നമ്മുടെ ഈ SC കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇങ്ങനൊരു വായ്പാ പദ്ധതി തരുന്നതിന് വേണ്ടിയിട്ട് അവരും വളരെയധികം ഉത്സാഹത്തോടു കൂടി നേരത്തെ നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്ന സ്റ്റാഫ് അംഗങ്ങളാണ്. അവരോട് വൈസ് പ്രസിഡന്റ് C ജംസീന അധ്യക്ഷയായിരുന്നു. ജില്ലാ മാനേജർ ഹൗസത്തച്ച് സഫിയ PEP, CDS ചെയർപേഴ്സൺ EP സലീന, പഞ്ചായത്ത് അംഗങ്ങളായ ഷീല ബാലൻ, P പ്രേമലത, M സൽമ കലാം, മുനീറ മുഹമ്മദ് അലി, K അഷ്റഫ് അലി, CV മുഹമ്മദ് നൌഫൽ, P ഷാജിമോൻ, MK നൂർജഹാൻ, KV അബ്ദുൽ നാസർ, C ഷംസുദ്ദീൻ, CK ഫസ്ല, CK സിദ്ദീഖ്, പഞ്ചായത്ത് സെക്രട്ടറി A നൌഫൽ, കുടുംബശ്രീ CDS അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ കൈത്തളി നൃത്ത സംഗീതോത്സവം അരങ്ങേറി. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. ക്ഷേത്രത്തിൽ ഒരാഴ്ചക്കാലമായി നടത്തി വന്നിരുന്ന തിരുവാതിര മഹോത്സവത്തിനും സമാപനമായി. രാവിലെ ക്ഷേത്രത്തിൽ ആതിര ദർശനത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് വിശേഷ പൂജകളും ഉണ്ടായിരുന്നു. തുടർന്ന് സോപാന സംഗീതം, കൈത്തളി നൃത്ത സംഗീതോത്സവം എന്നിവയും അരങ്ങേറി. നിരവധി പ്രതിഭകൾ കൈത്തളി നൃത്ത സംഗീതോത്സവത്തിൽ പങ്കാളികളായി. നിരവധി പേർ പരിപാടി കാണുവാനും ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ചന്ദ്രനോടൊപ്പം തിരുവദനം മൃദു സുന്ദര മന്ദസ്മിതരുചിയും കൈകളിൽ ചക്രാദികളും കങ്കണവര കടകാദികളും. ചന്ദ്രനോടൊപ്പം തിരുവദനം മൃദു സുന്ദര മന്ദസ്മിതരുചിയും കൈകളിൽ ചക്രാദികളും കങ്കണവര കടകാദികളും. സ്വസ്തികമാകും കണ്ഠം തന്നിൽ നിസ്തുലമാകും കൗസ്തുഭവും ദുഷ്കൃതഹരമായിടുമുരസ്സിൽ നിഷ്കം പുഷ്കരമാലകളും. സ്വസ്തികമാകും കണ്ഠം തന്നിൽ നിസ്തുലമാകും കൗസ്തുഭവും ദുഷ്കൃതഹരമായിടുമുരസ്സിൽ നിഷ്കം പുഷ്കരമാലകളും. പ്രസവിച്ചിതോരഭഗരെ പേരുമങ്ങിട്ടു
ஒரு பதம் பாட ககிட ததிமியன நடம் ஆட கன்று பசுவினோடு நின்று குடை சூழ என்று வளருமுக ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.